എൽബീസ് കോളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പും എനർജിയും നൽകുന്ന ഒരു പാനീയവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ കടല, എല്ലാവർക്കും അറിയാം, ഈ കടല സത്തു എന്ന് പറയും. സത്തു കൊണ്ടുള്ളൊരു ഡ്രിങ്കാണ്. സത്തു എന്ന് പറഞ്ഞാൽ ഒരു പൊടി. അപ്പോൾ സത്തു എന്നുള്ളൊരു ഡ്രിങ്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കടല എല്ലാവർക്കും അറിയാം. കടല ഇങ്ങനെ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാവും. പക്ഷേ ഈ ഇതൊക്കെ നീക്കി, അതിൻ്റെ തൊലിയൊക്കെ നീക്കി വരുമ്പം ഈ പരിപ്പ്, കടലപ്പരിപ്പല്ല, വറുത്ത് കഴിഞ്ഞിട്ടുള്ള ഇത് പൊട്ട് കടല എന്ന് പറയും. പക്ഷെ അതതിൻ്റെ മാവാണ്, കടലമാവ്. അപ്പോൾ ഇതുകൊണ്ടല്ലോ ഒരു ഡ്രിങ്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും, അതായത് ബീഹാറിലൊക്കെ ഇത് വളരെ ഫേമസ് ആണ്. ബീഹാറിൽ എക്സ്ട്രീം ചൂടായതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും ഇത് കൊടുക്കും. അതുപോലെ കടകളിൽ നമ്മൾ ചെന്നാലും വലിയ കൂജയിലൊക്കെ വെള്ളം വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അവരിത് കലക്കി കൊടുക്കും. അത് അവിടെ സംഭാരത്തിന് പകരം സംഭാരം അവർ കുടിക്കാറുണ്ട്, അതിൽ ഇതും കുടിക്കാറുണ്ട്. അതവിടെ ബീഹാറിലൊക്കെ വളരെ ഫേമസ് ആയിട്ടാണ്. ഇപ്പം ചെന്നൈയിലായാലും ഇത് കുടിക്കുന്നതിന് വരെ അവർ ഈ പൊട്ടുകടല നിറച്ച് കഴിക്കാറുണ്ട്. ചമ്മന്തി ആയാലും ഇതിൻ്റെ പൊടി മറ്റേ ദോശയിലോ ഇതിലൊക്കെ ഇട്ടിട്ട് അവർ നിറച്ച് കഴിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് കൊണ്ടുള്ള ഡ്രിങ്കാണ്. പക്ഷെ അത് വളരെ ശരീരത്തിന് നല്ല തണുപ്പും എനർജിയും തരും, സ്വാദും നല്ലതാണ്. നമ്മളൊരിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട്, അത് സ്വീറ്റ് ആക്കി ഉണ്ടാക്കാം, നമുക്ക് സോൾട്ടി ആയാലും ഉണ്ടാക്കാം. അതാദ്യം ഇതിൽ മാവ് ഒരു 2 സ്പൂൺ ഇതിലിടുക. 2 സ്പൂൺ എന്നിട്ട് അതിൽ നമ്മൾ സ്വീറ്റ് ആണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ, വലിയ സ്പൂൺ, ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. പിന്നെ ഇത് ഐസ് വെള്ളം വേണ്ട. അതായത് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം കൂജലെടുത്ത് വെച്ചിട്ടുണ്ട്. കൂജലെ തണുപ്പാണ് നമുക്ക് കുടിക്കാൻ ഏറ്റവും സുഖമായിട്ടുള്ളത്. അത് പിന്നെ കൂജയിൽ നിന്ന് ഒഴിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇത് സ്വീറ്റാണ്. ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ലെമൺ ജ്യൂസ്, ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിക്കുക. ശകലം ടേസ്റ്റിന് മാത്രം ഒരു ശകലം ഉപ്പിടുക. ഇതിൽ സാധാരണ ഇതിൽ ഉപ്പിടുക. ഇതിൽ ഒരു ജീരകപ്പൊടിയാണ്, ജീരകം വറുത്ത് പൊടിച്ചാണ്. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റിന് വേണ്ടി, അത് ഡൈജഷന് നല്ല ഇട്ടാണ് ഇതിൽ വെച്ചിട്ട് ഇതിനും കൂടെ. പിന്നെ ഒരു ലെമൺ ജ്യൂസ് ഇതിലിടുക. ഇതിൽ കുറച്ച് സ്വീറ്റ് അല്ലേ, അതാണ് കുറച്ച് മതി. അതിട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കുക. പക്ഷെ നമ്മൾ കാണുന്ന പോലെയല്ല, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് പൊടികളിൽ വെറുതെ ആയാലും നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടി കൊണ്ട് അവർ ബീഹാറിലൊക്കെ ഉള്ളവർ ചപ്പാത്തിയോ പൊറോട്ടയിലൊക്കെ അവരിട്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു ഡ്രിങ്കായിട്ട് നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നല്ല തണുപ്പാണ്. ചൂടിനെ അകറ്റാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ്, ഡ്രിങ്കാണ്. നമുക്ക് ചൂട് കാലത്ത് ഇത് കുട്ടികൾക്ക് കൊടുത്താൽ, കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത്. കുട്ടികൾക്കാണ് പെട്ടെന്ന് ആ ചൂടൊക്കെ സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ഈ ഡ്രിങ്ക്സാണ് അവർ കൊടുക്കുന്നത്. അത് നമുക്ക് ഇവിടെയും കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, എല്ലാവരും കുടിച്ചു നോക്കാം. പക്ഷെ നല്ല പൊട്ടുകാരുടെ മണവും അതൊരു നല്ല മണമുള്ളതാണ്. സാധാരണ പരിപ്പ് പോലെയല്ല, അതിൻ്റെ മണം നല്ല എല്ലാവരും ചെയ്ത് കുടിച്ചിട്ട് അവരഭിപ്രായം പറയും. പക്ഷേ കുടിക്കാൻ മറക്കരുത്. ഇത് രാവിലെ ഒരു നേരമെങ്കിലും കുടിക്കണം. അത് പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള സമയത്താണ് നമുക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടേണ്ടത്.
അതുകൊണ്ട് ഇത് കുടിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാം.